ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുരേഷ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് വോട്ടെടുപ്പിന് ഇനി 5 നാൾ. പ്രചാരണത്തിന് ചൂടേറുന്നു. പ്രചരണത്തിൽ സജീവമായി ദേശീയ നേതാക്കൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ടത്തിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന്. തൃശൂർ പൂരത്തിൽ പാറമേക്കാവിന്റെയും തിരുവമ്പാടിയുടെയും വെടിക്കെട്ട് പൂർത്തിയായി. പകൽപൂരം പുരോഗമിക്കുന്നു. ഡെങ്കിപ്പനിയും പക്ഷിപ്പനിയും പടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ആരോഗ്യ ജാഗ്രതാ നിർദ്ദേശം. IPL-ൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പിന് ഇനി 5 നാൾ. പ്രചാരണം ഊർജിതമാക്കാൻ രാഷ്ട്രീയ പാർട്ടികളുടെ ദേശീയ നേതാക്കൾ സജീവമാണ്. UDF സ്ഥാനാർത്ഥികളുടെ പ്രചരണാർത്ഥം AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി സംസ്ഥാനത്തെത്തി. ചാലക്കുടി ലോക്സഭാ മണ്ഡല സ്ഥാനാർത്ഥി ബെന്നി ബെഹനാനു വേണ്ടി എറിയാട് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ശ്രീമതി പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കുകയാണ്. തുടർന്ന് UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിക്ക് വേണ്ടി പത്തനംതിട്ടയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിനു ശേഷം തിരുവനന്തപുരത്ത് ശശി തരൂരിന്റെ റോഡ് ഷോയിലും ശ്രീമതി പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കും. CPI ദേശീയ ജനറൽ സെക്രട്ടറി D രാജ ഇന്ന് വയനാട്ടിൽ പ്രചരണത്തിനെത്തുന്നുണ്ട്. വൈകിട്ട് മാനന്തവാടിയിൽ ആനി രാജയുടെ റോഡ് ഷോ ഉദ്ഘാടനം ചെയ്യും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വടകര മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ പങ്കെടുക്കും. പുറമേരി, കൊയിലാണ്ടി, പാനൂർ എന്നിവിടങ്ങളിൽ അദ്ദേഹം സംസാരിക്കും. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ശക്തമായ പ്രചാരണത്തിലാണ്. സിറ്റിംഗ് MPയും UDF സ്ഥാനാർത്ഥിയുമായ ശശി തരൂർ ഇന്ന് പാറശാല നിയമസഭാ മണ്ഡലത്തിലാണ് പര്യടനം നടത്തുന്നത്. കോവിലൂർ പാലത്ത് നിന്ന് ആരംഭിച്ച ശശി തരൂരിന്റെ പര്യടനം 48ഓളം സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച ശേഷം ഉച്ചയ്ക്ക് കൈവൻകാലയിൽ സമാപിക്കും. തുടർന്ന് വൈകുന്നേരം 3:30 മുതൽ 4:50 വരെ നടക്കുന്ന റോഡ് ഷോയിൽ AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കും. LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ ഇന്ന് അമ്പൂരി, വെള്ളറട പഞ്ചായത്തുകളിലാണ് പര്യടനം നടത്തുന്നത്. രാവിലെ ശൂരവക്കാണിയിൽ നിന്ന് ആരംഭിച്ച പര്യടനം മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്തു. 60ഓളം സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി രാത്രി 8:30 വെള്ളറടയിൽ സമാപിക്കും. NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ അനന്തപുരി മഹിളാ കൂട്ടായ്മയിൽ പങ്കെടുത്തു. ഇതിനുശേഷം രാജീവ് ചന്ദ്രശേഖർ ഉദയ് പാലസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സ്റ്റുഡന്റ് കോൺക്ലേവിൽ പങ്കെടുക്കും. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ പൂരത്തിന്റെ ആവേശത്തിനൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളും മുന്നോട്ട് നീങ്ങുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. സ്ഥാനാർത്ഥികളെല്ലാം തന്നെ പൂരത്തിനൊപ്പം ചേരുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായത്. തൃശൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി K മുരളീധരൻ ഇന്ന് ഗുരുവായൂർ ബ്ലോക്ക് തലത്തിലുള്ള പര്യടനത്തിലാണ്. രാവിലെ ഏങ്ങണ്ടിയൂരിൽ നിന്നും ആരംഭിച്ച് ഒരുമനയൂർ, ഗുരുവായൂർ, ചാവക്കാട് എന്നിവിടങ്ങളിൽ വോട്ടഭ്യർത്ഥന നടത്തി കടപ്പുറം മണ്ഡലത്തിൽ സമാപിക്കും. NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ ഇന്നത്തെ പര്യടനം തീരദേശ മേഖല ഉൾപ്പെടുന്ന ചാവക്കാട് മണ്ഡലത്തിൽ തന്നെയാണ്. രാവിലെ ഒരുമനയൂരിൽ നിന്നും ആരംഭിച്ച് കടപ്പുറം കോളനി, മുതുവട്ടൂർ, ചാവക്കാട് എന്നീ ഭാഗത്തും വൈകിട്ട് ഏങ്ങണ്ടിയൂരിലും അദ്ദേഹം പങ്കെടുക്കും. LDF സ്ഥാനാർത്ഥിയായ VS സുനിൽകുമാർ ഇന്ന് രാവിലെ തൃശൂർ മണ്ഡലത്തിൽ തന്നെയാണ് പര്യടനം തുടരുന്നത്. പൂരം അതിന്റെ പാരമ്യത്തിലെത്തിയപ്പോൾ ഓരോ സ്ഥാനാർത്ഥികളും പൂരം ആസ്വദിച്ചുകൊണ്ട് തന്നെ ശക്തന്റെ തട്ടകത്തിലുണ്ടായിരുന്നു. വോട്ട് തട്ടകം ആർക്കൊപ്പം കുടപിടിക്കുമെന്നറിയാൻ അവസാന നിമിഷം വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള അവശ്യ സർവീസ് വോട്ടർമാർക്കുള്ള പോസ്റ്റൽ കാറ്റിംഗ് രാവിലെ ആരംഭിച്ചു. 7 നിയമസഭാ മണ്ഡലത്തിലും ഒരുക്കിയിട്ടുള്ള ഒരു വോട്ടിംഗ് കേന്ദ്രത്തിൽ തിങ്കളാഴ്ച വൈകിട്ട് 5 വരെ വോട്ട് ചെയ്യാം. വടകര ലോക്സഭാ മണ്ഡല പരിധിയിലുള്ള തലശ്ശേരി, കൂത്തുപറമ്പ് നിയമസഭാ മണ്ഡലത്തിലും പോസ്റ്റൽ വോട്ടിംഗ് തുടങ്ങി. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പയ്യന്നൂർ, കല്യാശ്ശേരി നിയമസഭാ മണ്ഡലങ്ങളിൽ നാളെയാണ് പോസ്റ്റൽ വോട്ടിംഗ് ആരംഭിക്കുക. വീട്ടിലെത്തി വോട്ട് ചെയ്യിക്കുന്നതിൽ കണ്ണൂർ നിയോജക മണ്ഡലത്തിലെ 70-ാം നമ്പർ ബൂത്തിലെ ഒരു വോട്ട് തെറ്റിദ്ധരിപ്പിച്ച് ആൾമാറാട്ടം നടത്തി ചെയ്തെന്ന പരാതിയിൽ പോളിംഗ് ഓഫീസറെയും BLOയെയും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ അരുൺ K വിജയൻ സസ്പെൻഡ് ചെയ്തു. നിയമസഭാ മണ്ഡലം അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുമുണ്ട്. വിശദമായ അന്വേഷണത്തിന് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി. 24 മണിക്കൂറിനുള്ളിൽ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ചെയ്ത വോട്ടിന്റെ സാധുത സംബന്ധിച്ചും തുടർ നടപടികളെക്കുറിച്ചും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശങ്ങൾ തേടിയിട്ടുണ്ട്. സംസ്ഥാനത്ത് വോട്ടെടുപ്പ് യന്ത്രങ്ങളുടെ കമ്മീഷനിംഗ് ഇന്ന് പൂർത്തിയാകും. ക്രമനമ്പർ, സ്ഥാനാർത്ഥികളുടെ പേര്, ഫോട്ടോ, ചിഹ്നം എന്നിവ അടങ്ങിയ ബാലറ്റ് പേപ്പറും VVPAT സ്ലിപ്പിൽ പ്രിന്റ് ചെയ്യേണ്ട ക്രമനമ്പർ, പേര്, ചിഹ്നം എന്നിവ VVPAT മെഷീനിലും സെറ്റ് ചെയ്യുന്ന പ്രക്രിയയാണ് കമ്മീഷനിംഗ്. 140 കേന്ദ്രങ്ങളിലാണ് കമ്മീഷനിംഗ് നടക്കുന്നത്. 20 പൊതു നിരീക്ഷകരും 20 ചെലവ് നിരീക്ഷകരും 10 പോലീസ് നിരീക്ഷകരും ആണ് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത്. മാർച്ച് 3 മുതൽ തുടങ്ങിയ നിരീക്ഷകരുടെ പ്രവർത്തനം വോട്ടെണ്ണൽ പൂർത്തിയാകുന്നതുവരെ തുടരും. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിന് നാളുകൾ മാത്രം ശേഷിക്കെ വിരലിൽ പുരട്ടാനുള്ള മഷി മുഴുവൻ വിതരണ കേന്ദ്രങ്ങളിലും എത്തി. 63,100 കുപ്പി മഷിയാണ് സംസ്ഥാനത്ത് ഉപയോഗിക്കുന്നത്. 25,231 ബൂത്തുകളിലേക്ക് ആവശ്യമുള്ളതിന്റെ 2.5 ഇരട്ടി മഷിക്കുപ്പികളാണ് എത്തിച്ചിട്ടുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ടത്തിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം അവസാനിച്ചു. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും. തിങ്കളാഴ്ചയാണ് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന ദിവസം. 3ാം ഘട്ടത്തിൽ 10 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 94 പാർലമെന്റ് സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുക. മെയ് 7-നാണ് വോട്ടെടുപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്ന 102 സീറ്റുകളിൽ 62.3
7% പോളിംഗ്. 21 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 102 മണ്ഡലങ്ങളിലേക്കാണ് ഇന്നലെ വോട്ടെടുപ്പ് നടന്നത്. ഉത്തരാഖണ്ഡ്, അരുണാചൽ പ്രദേശ്, സിക്കിം, മേഘാലയ, നാഗാലാന്റ്, മിസോറാം, തമിഴ്നാട് സംസ്ഥാനങ്ങളിലും പുതുച്ചേരി, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ലക്ഷദ്വീപ് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും വോട്ടെടുപ്പ് നടന്നു. ലക്ഷദ്വീപിൽ ഇന്നലെ രാത്രി ഏറെ വൈകി ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോൾ ആകെ 84% പോളിംഗ് രേഖപ്പെടുത്തി. 10 ദ്വീപുകളിലായി 55 പോളിംഗ് ബൂത്തുകളിലാണ് വോട്ടെടുപ്പ് നടന്നത്. വൈകുന്നേരം 6:30 പിന്നിട്ടപ്പോൾ വരിയിലുണ്ടായിരുന്ന എല്ലാ വോട്ടർമാർക്കും കൂപ്പൺ നൽകി. ചില ബൂത്തുകളിൽ രാത്രി 9 മണിവരെ വോട്ടിംഗ് നീണ്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. വേനൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഡെങ്കിപ്പനി വ്യാപിക്കാൻ സാധ്യതയുള്ളതിനാൽ പ്രതിരോധം ഊർജിതമാക്കണമെന്ന് ആരോഗ്യവകുപ്പ്. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തന പുരോഗതി വിലയിരുത്താൻ എല്ലാ ജില്ലകളിലും ജില്ലാ മെഡിക്കൽ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക സമിതികൾ രൂപീകരിക്കും. ഡെങ്കിപ്പനി വ്യാപിക്കാതിരിക്കാൻ ആരോഗ്യവകുപ്പ് നേരത്തെ തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ആലപ്പുഴയിൽ 2 സ്ഥലങ്ങളിലെ താറാവുകളിൽ പക്ഷിപ്പനി കണ്ടെത്തിയ സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് നൽകുന്ന മാർഗ്ഗനിർദ്ദേശങ്ങൾ എല്ലാവരും കർശനമായി പാലിക്കണമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. രോഗബാധിത പ്രദേശങ്ങളിലുള്ളവരിലെ പനിയും മറ്റു രോഗലക്ഷണങ്ങളും 2 ആഴ്ചക്കാലം പ്രത്യേക നിരീക്ഷണത്തിന് വിധേയമാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. രോഗം ബാധിച്ച പക്ഷികളുമായി ഇടപെട്ടവർ ക്വാറന്റൈൻ കൃത്യമായി പാലിക്കണം. ഈ പ്രദേശത്തിന് 10 കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന പ്രദേശങ്ങളിൽ നിരീക്ഷണം ശക്തിപ്പെടുത്തും. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്സവത്തിന് നാളെ ശംഖുമുഖത്ത് നടക്കുന്ന ആറാട്ടോടെ സമാപനമാകും. വൈകിട്ട് 5-ന് ആറാട്ട് ചടങ്ങുകൾ ആരംഭിക്കും. ശ്രീകോവിലിൽ ദീപാരാധന കഴിഞ്ഞ് ഗരുഡവാഹനങ്ങളിൽ ശ്രീപത്മനാഭസ്വാമിയെയും നരസിംഹമൂർത്തിയെയും തിരുവമ്പാടി കൃഷ്ണനെയും പുറത്ത് എഴുന്നള്ളിക്കുന്നതോടെ ആറാട്ട് ഘോഷയാത്രയ്ക്ക് തുടക്കമാകും. ഉത്സവത്തോടനുബന്ധിച്ചുള്ള പള്ളിവേട്ട ചടങ്ങും മുളയിടൽ പൂജയും ഇന്ന് നടക്കും. സംസ്ഥാനത്ത് ചൂട് തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി വരെയും എറണാകുളം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ താപനില 36 വരെയും ഉയരാൻ സാധ്യതയെന്നാണ് മുന്നറിയിപ്പ്. കണ്ണൂർ ആറളം ഫാമിലെ കാട്ടാനശല്യത്തിൽ നിന്നുള്ള സംരക്ഷണത്തിനായി കർശന സുരക്ഷ നിലവിലുള്ളതായി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. RRT, രാത്രികാല പട്രോളിങ്ങിനുള്ള പ്രത്യേക ടീം എന്നിവ ജാഗ്രതയോടെ രംഗത്തുണ്ട്. 10 കിലോമീറ്റർ നീളത്തിൽ വന്യജീവി സങ്കേത അതിർത്തിയിൽ TRDM മുഖേന നിർമ്മിക്കുന്ന ആനമതിലിന്റെ പ്രവൃത്തി പുരോഗമിക്കുകയാണെന്നും DFO വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. മാന്നാറിൽ വിവാഹ അഭ്യർത്ഥന നിരസിച്ച യുവതിയടക്കം കുടുംബത്തിലെ 5 പേരെ വെട്ടിപ്പരിക്കേൽപ്പിച്ച യുവാവ് പിടിയിൽ. ചെന്നിത്തല കാരാഴ്മയിൽ ഇന്നലെ രാത്രിയിലാണ് സംഭവമുണ്ടായത്. ഒരു കുടുംബത്തിലെ 5 പേർക്ക് വെട്ടേറ്റു. 2 പേരുടെ നില ഗുരുതരമാണ്. പ്രതി രഞ്ജിത്ത് രാജേന്ദ്രനെ മാന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്വർണ്ണവിലയിൽ ഇന്ന് കുറവ് രേഖപ്പെടുത്തി. ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 6,805 രൂപയും പവന് 80 രൂപ കുറഞ്ഞ് 54,440 രൂപയുമാണ് ഇന്നത്തെ വില. IPLൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. പോയിന്റ് പട്ടികയിൽ ഹൈദരാബാദ് 4-ാമതും ഡൽഹി ക്യാപിറ്റൽസ് 6-ാമതുമാണ്. ഇന്നലെ നടന്ന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരുന്നു. ISLൽ ഇന്ന് FC ഗോവ ചെന്നൈയിൻ FCയെ നേരിടും. രാത്രി 7:30 ഗോവയിലെ ഫത്തോർദ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ ഒഡീഷയ്ക്കെതിരെ നടന്ന പ്ലേ ഓഫ് മത്സരത്തിൽ പരാജയപ്പെട്ട് സെമിഫൈനൽ കാണാതെ കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തായിരുന്നു. BJPയെ പ്രീണിപ്പിക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. CPIM രാഹുൽ ഗാന്ധിയെ നിരന്തരം ആക്ഷേപിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് വോട്ടെടുപ്പിന് ഇനി 5 നാൾ. പ്രചാരണത്തിന് ചൂടേറുന്നു. പ്രചാരണത്തിൽ സജീവമായി ദേശീയ നേതാക്കൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ടത്തിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന്. തൃശൂർ പൂരത്തിൽ പാറമേക്കാവിന്റെയും തിരുവമ്പാടിയുടെയും വെടിക്കെട്ട് പൂർത്തിയായി. പകൽപൂരം പുരോഗമിക്കുന്നു. ഡെങ്കിപ്പനിയും പക്ഷിപ്പനിയും പടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ആരോഗ്യ ജാഗ്രതാ നിർദ്ദേശം. IPLൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.